എല്ലാവർക്കും നമസ്കാരം. ലൈംലൈറ്റിൻ്റെ പോരാട്ടം, മാള ഗ്രാമപഞ്ചായത്ത് പോരാട്ടം എന്ന പ്രോഗ്രാമാണ് ഇന്ന് മാളക്കടവിൽ നടക്കുന്നത്. അതായത് മാളക്കടവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മാളക്കടവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പൂട്ടിക്കലും അടപ്പിക്കലും തുറപ്പിക്കലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് നമ്മുടെ ഈ മാളക്കടവിൽ, മാള പഞ്ചായത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. അതിനായി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മാള ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജോഷി കാഞ്ഞുത്തറ. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു ഇലക്ഷനൊക്കെ? ഇലക്ഷൻ നല്ല ചൂടിലാണ്. ഇലക്ഷൻ്റെ പ്രവർത്തനത്തിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ സുധീർ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നത്. നാട്ടിലെ ജനങ്ങളെല്ലാം പോസിറ്റീവായി നമുക്ക് വോട്ട് ചെയ്യാവുന്നൊരു സംവിധാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വിജയമായിരിക്കും. മാള 16-ാം വാർഡിൽ എന്തായാലും UDFൻ്റെ കാൻഡിഡേറ്റ് ആയിരിക്കും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന വാർഡിലുണ്ടായിട്ടുണ്ട്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് താങ്കൾ ഈ മാള പഞ്ചായത്തിന് വേണ്ടി എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു കാര്യം? ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇവിടുത്തെ ഒട്ടനവധി പ്രശ്നങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടതായിട്ട് ഈ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് ഇവിടെ 2010-15 കാലഘട്ടത്തിൽ ഞാനിവിടെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായിരുന്നു. മെമ്പർ മാത്രമല്ല, പൊതുമരാമത്ത് ചെയർമാനും കൂടിയായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റി, മുഴുവിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് തുടർച്ചയായിട്ട് പിന്നീട് വന്നത് LDFൻ്റെ ഭരണസമിതി ആയതുകൊണ്ട് മുഴുവനാക്കാൻ പറ്റിയില്ല. ആ കൂട്ടത്തിലാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്, ഈ കടവിൽ നിൽക്കുമ്പോൾ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന ആധുനിക സംവിധാനത്തോടുള്ള ഫിഷ് മാർക്കറ്റാണ് ഉദ്ദേശിച്ചത്. അതിന് അന്നത്തെ പണി കഴിഞ്ഞിട്ട് രണ്ടാമത് അതിനൊരു 30 ലക്ഷം രൂപ പാസ്സായി വന്നു. പക്ഷെ അത് പിന്നീട് വന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അങ്ങനെ ആ 30 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അത് വളരെ ഭംഗിയാക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് വളരെ ഇനിയും കൂടുതൽ, നമ്മൾ ഫിഷ് മാർക്കറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനാ, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് നല്ല മീനും അതേമാതിരി അവർക്ക് നല്ല സംവിധാനത്തോടുള്ള ഫിഷ് മാർക്കറ്റ്, അങ്ങനെ മാളയ്ക്ക് വേണ്ടി ഒരു പുതിയ ഒരു ഫിഷ് മാർക്കറ്റ് സംവിധാനം കൊണ്ടുവന്നതാണ്. പക്ഷെ അത് വീണ്ടും കണ്ട കാഴ്ച എന്ന് വെച്ചാൽ, ആ ഫിഷ് മാർക്കറ്റ് വന്നുകൊണ്ടുള്ള ഒരു പഞ്ചായത്തിനുള്ള ഒരു ഉപകാരം, അതിലെ സ്റ്റാളുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് പഞ്ചായത്തിന് റവന്യൂ വരുമാനം കിട്ടിയിരുന്നത്. ഇപ്പൊ നിലവിൽ റവന്യൂ വരുമാനം എല്ലാം നിലച്ചുകൊണ്ട് അത് പൂട്ടിയിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ എനിക്കറിയാം ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും CPM-ഉം ഇടതുപക്ഷം മാത്രമാണ് അതിനുവേണ്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വേലി കെട്ടാൻ വന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്, പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ട് ആണെങ്കിൽ മുഴുവൻ സ്ഥലവും വേലി കെട്ടി സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ പ്രശ്നം. പക്ഷെ നമ്മളൊക്കെ പണ്ട് നമ്മുടെ കാരണന്മാർ പറയും, വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു വേലി വെച്ച് കെട്ടി ആ വീട്ടുകാരനെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് അവിടെ കഴിഞ്ഞ ദിവസം അത് കെട്ടി. നമ്മുടെ ജിയോ മെമ്പറുടെ നേരെ അന്നാണ് ജിയോ മെമ്പറുടെ നേരെ മറ്റേ പിക്കാസുമായി വന്നിട്ടുള്ള ഒരു ആക്രമണത്തിനൊക്കെ. ഇവിടെ അത് മാത്രമല്ല, ഈ മുസറീസ് എന്ന് പറയുന്ന പൈതൃക പദ്ധതി ഈ മാള പഞ്ചായത്ത് ആദ്യം പെട്ടിട്ടുണ്ടായില്ല. ഈ മാള പഞ്ചായത്തിൽ ആദ്യം പെടുത്തിയത് അന്നത്തെ MLA TN പ്രതാപനാണ്. TN പ്രതാപൻ പെടുന്നത് 2015 കാലഘട്ടത്തിലാണ് ഇതിനെ പെടുത്തിയിട്ട് അതിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഭരണമാറ്റം ഉണ്ടായത്. പിന്നീടുള്ള ഇതുകൾ, ഈ മാളക്കടവ് സംരക്ഷിക്കുന്നതിലൊന്നും നമ്മൾ UDFO അല്ലെങ്കിൽ ഇവിടെയുള്ള ആരും എതിരൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ഈ കടവ് സംരക്ഷിക്കേണ്ടത്, പണ്ട് ഈ കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂതന്മാർ മാർക്കറ്റ് ചെയ്തിരുന്നൊരു സ്ഥലമാണ്. ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ കയറ്റി വിടുന്നതാണ്. നമ്മളിവിടെ പറയണ ഒറ്റ കാര്യമുള്ളൂ, ഈ വില്ലേജ് കെട്ട് വനിതാ വില്ലേജ് കെട്ടാണ്. ഇവിടെ വനിതകളുടെ പേരിലാണ് ഇതെല്ലാം അവർക്ക് ലേലം ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഓരോരുത്തരുടെ പേരിലാണ്. അതിന്റെ വരുമാനം പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ അപ്പുറത്തുള്ള നമ്മളുടെ പച്ചക്കറി മാർക്കറ്റിന്റെ ഒരു യാർഡുണ്ട്, പിന്നെ അപ്പുറത്തുള്ള കടകൾ കുറച്ചുണ്ട്. അതുമെല്ലാം ഇപ്പോൾ പൂട്ടിയിട്ടേക്കുക. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ താങ്കളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ, അതായത് UDFന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ മാളയ്ക്കൊരു പുതിയ ജീവൻ കിട്ടുമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. പറയാനുള്ളത് ഇവിടുത്തെ കച്ചവടക്കാരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു വികസനത്തിന് ഞങ്ങൾ ഉണ്ടാവില്ല. ഇവരെ നിലനിർത്തിക്കൊണ്ട് ഈ കടവും ഇതും മനോഹരമാക്കിയെടുക്കുന്നതിന് കൃത്യമായ പദ്ധതിയും അത് എങ്ങനെ നടപ്പാക്കണമെന്നും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെൽഫെയർ പാർട്ടിയുടെ നമ്മുടെ മാളയിൽ തന്നെ അന്തുമുക്ക എന്നറിയപ്പെടുന്ന അബ്ദുൾ ഖാദറാണ്. അബ്ദുൾ ഖാദറിന്റെ ലൈംലൈറ്റിന്റെ ഈ ഒരു പോരാട്ടം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെ പോകുന്നു ഇലക്ഷന്റെ കാര്യങ്ങളെല്ലാം? നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ
മറ്റേ ബാലറ്റ് ഇതിനകത്ത് ഒന്നാമനാണ്, മറ്റേ പ്രചരണത്തിന് ഒന്നാമനാണെന്നുള്ളതാണ് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും വിശ്വാസം. അതായത് 30 വർഷക്കാലം ഈ ഒന്നാമനാവും എന്നുള്ളതാണ് ഞങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. 30 വർഷം, അതായത് ജനങ്ങൾക്ക് വേണ്ട എന്താണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ദേശീയ അന്തർദേശീയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ വാർഡിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ വാർഡിൽ മത്സരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വാർഡിലെ കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതായത് എൻ്റെ വാർഡിൽ 30 വർഷക്കാലമായി ഈ ഇതെല്ലാം നടക്കുന്നത് വളരെ ഭംഗിയായിട്ട് ജലനിധിക്കാർ വെള്ളം കൊടുത്തിരുന്ന ഒരു വാർഡാണ് എൻ്റെ വാർഡ്. ആ വാർഡിൽ വെയിൽ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കിട്ടാതെ കിടന്നിരുന്ന ഒരു വാർഡിലേക്ക് TN പ്രതാപൻ്റെ കാലത്ത് മറ്റേ ജലനിധി എന്നൊരു പരിപാടി പഞ്ചായത്ത് കൊണ്ടുവരികയും 2100 രൂപ വെച്ച് എല്ലാവരും വാങ്ങുകയും വളരെ മോശമായ പൈപ്പ് ഇടുകയും ജലനിധി ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വാർഡിൽ വെള്ളം മര്യാദക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ വാർഡിലുള്ള ജനങ്ങൾ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണ്. സമ്പന്നമായിട്ടുള്ള വാർഡാണ് എൻ്റെ 16ാം വാർഡ്. ആ വാർഡിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഈ കുടിവെള്ളം. ഈ കുടിവെള്ളം ഈ രണ്ടു കൂട്ടരും, അതായത് 30 വർഷക്കാലമായിട്ട് കോൺഗ്രസിന്റെ കുത്തക സീറ്റായ ഈ വാർഡിൽ ഇന്ന് വരെ അവർക്ക് കറക്റ്റായിട്ട് കുടിവെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എൻ്റെ 3 മക്കളെ പ്രസവിച്ച വാർഡ് ആസ്പത്രിയാണത്. ആ ആസ്പത്രി ഇന്ന് വന്ന് അവസാനം പടവലങ്ങ മാതിരി ഡിസ്പെൻസറിയിലേക്ക് തരം താഴ്ന്നു. അതായത് ആളുകളെ കിടത്തി ചികിത്സിപ്പിക്കാൻ വരെ ഇന്നൊരു സൗകര്യമില്ല, നല്ലൊരു ഡോക്ടർമാരില്ല. ഇതെല്ലാം നോക്കേണ്ട മെമ്പർമാര് ആരും അവിടെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മാർക്കറ്റിന്റെ കാര്യം 5 വർഷക്കാലം ഇവർ ഭരിച്ചിരുന്നിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇനി ഭരണം കിട്ടിയിട്ട് നടത്താം എന്ന് പറയുന്നല്ലേ എനിക്കൊരു കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ വന്നാല് പറയുന്നത് ശരിയല്ലോ. അല്ല, അവസരം തരാം അതെല്ലാം നമുക്ക് അവസരം തരാം. ഒരാൾ സംസാരിക്കട്ടെ. ഞാൻ ജോഷി സംസാരിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെന്ന് സംസാരിക്കാം. മറുപടി പറയാൻ നമുക്ക് മറുപടി പറയാം. മറുപടി നമുക്ക് പറയാം. മറുപടി പറയാം. നിങ്ങൾക്ക് പറയാന്ന്, നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞ കാര്യത്തില് ഇതുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതാ മാന്യത നിലനിർത്തണം. ഞാൻ പറയുന്നത് 30 വർഷക്കാലം ഇവിടെ മെമ്പറായിരുന്ന ആളാണ്. ആ 30 വർഷക്കാലം കൊണ്ട് പരിഹരിക്കാം. അതായത് ഈ മാർക്കറ്റ് വന്നിട്ട് 30 വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്നത്. അതായത് പഞ്ചായത്ത് ആരാണ് ഭരിച്ചിരുന്നത്? പഞ്ചായത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ സീറ്റാണിത്. 30 വർഷമായിട്ട് ഈ ഇവിടുത്തെ മെമ്പർ കോൺഗ്രസ് ആണ്. ആ സത്യം എനിക്കറിയാം, മെമ്പർക്കും അറിയാം. ഈ 30 വർഷക്കാലമായിട്ട് ഇവിടുത്തെ മെമ്പർ കോൺഗ്രസിന്റെ മെമ്പറാണ്. അവര് ഓരോ വാർഡിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ മെമ്പറെ തെരഞ്ഞെടുക്കുന്നത്. അത് അവരുടെ വന്നിട്ടുള്ള പരാജയം മറച്ചു വെച്ചിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ നിലവിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കുടിവെള്ളത്തിന്റെ ഇതാണ്. 1 കൊല്ലം കൊണ്ട് ഞാൻ അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും, അല്ലാണ്ട് പറയില്ല. പദ്ധതി പറയില്ല, ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ 30 വർഷം ഞാൻ ഈ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെ മെമ്പറായി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഇവിടുത്തെ കുടിവെള്ളത്തിന് പരിഹാരം ഞാൻ കാണും. ഓക്കെ, അപ്പോ അടുത്ത ടൈമിൽ സംസാരിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ വിളിക്കുന്നത് നമ്മുടെ BJPയുടെ മാള മണ്ഡലം BJPയുടെ പൊതുപ്രവർത്തകനായ എല്ലാ കാര്യങ്ങളിലും മാള ഗ്രാമപഞ്ചായത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇടപെടുന്ന ജോയി മാതിരിപ്പള്ളി എന്ന് പറയുന്ന പൊതുപ്രവർത്തകനാണ്. BJPയുടെ സാരഥിയായിട്ട് അദ്ദേഹമാണെന്ന് ഇവിടെ സംസാരിക്കാൻ വരുന്നത്. നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഇലക്ഷനൊക്കെ എങ്ങനെ പോകുന്നു? ന്യൂനതകൾ, മാള ഗ്രാമപഞ്ചായത്തിന്റെ ന്യൂനതകൾ ഒരുപാട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഭരണം, അതുപോലെ തന്നെ കുടിവെള്ളം, ഇതുമായിക്കെ ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ ഭരണത്തെ കുറിച്ച് കുടിവെള്ളം, അത് രണ്ടിനെ പറ്റി സംസാരിക്കണം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ BJP എന്നൊരു പ്രസ്ഥാനം മാള പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 2 മെമ്പർമാരെ മാത്രം മാളയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, BJP മാള പഞ്ചായത്ത് ഭരിക്കുകയാണെങ്കിൽ ഈ കുടിവെള്ളത്തിന്റെ വിഷയം കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയല്ല ചെയ്യുക, ഫ്ലെക്സ് അടിച്ച് വെക്കല്ല ചെയ്യുക, അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജല സാധ്യതയുള്ള കേരളത്തിലാണ്. കാരണം മാള പഞ്ചായത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 44 പൊതുകുളങ്ങൾ മാള പഞ്ചായത്തിൻ്റെ കാലാകാലങ്ങളിൽ ഇടതും വലതും ഭരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ 30 കൊല്ലമായിട്ട്
സ്നേഹിതൻ പറഞ്ഞു 30 കൊല്ലമായിട്ട് മാള പഞ്ചായത്തിൻ്റെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വാർഡിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മത്സ്യ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പിന്നിൽ കാണുന്ന ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ അതിന് ഉദാഹരണമാണ് നമ്മുടെ മാള ജംഗ്ഷനിൽ നിൽക്കുന്ന ആ യൂത സിനഗോഗ്, തലകുത്തി നിൽക്കുന്ന യൂത സിനഗോഗ്. അതായത് ഇവിടുത്തെ പുരോഗമനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ആ യൂത സിനഗോഗ്. അപ്പോൾ ഇനി അതിനെ കൂടുതൽ വിശദമായിട്ടൊന്നും പറയേണ്ട ആവശ്യം. നിങ്ങൾക്ക് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അക്കമിട്ട് പറഞ്ഞുതരാം. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വ്യക്തതയോട് ചെയ്യും. അതാണ് ഭാരതീയ പ്രസ്ഥാനത്തിന്റെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്ദേശം. അത് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ വരുന്ന കാലഘട്ടത്തിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. കാരണം ഇപ്പൊ ബഹുമാനപ്പെട്ട ജോഷി കാഞ്ഞുത്തറ പറഞ്ഞു, ഇവിടെയുള്ള മത്സ്യ മാർക്കറ്റ് വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്നത് ഏകീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള പരിപാടി നല്ല പരിപാടി തന്നെയായിരുന്നു, കുഴപ്പമില്ലാത്ത പരിപാടി. പക്ഷേ ഇവര് പ്രതിപക്ഷത്തിരുന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് 5 കൊല്ലം ഇവർ പറഞ്ഞ 2014-15 കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഈ 2015 കാലഘട്ടത്തിൽ ഇവർ കൊണ്ടുവന്നു, നല്ല കാര്യം തന്നെ, നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ അതിനോട് സഹകരിക്കുന്നു. അപ്പോൾ 2015 ശേഷം ഇവർ പ്രതിപക്ഷത്തിൽ വന്നു. ഇവർ പ്രതിപക്ഷത്തിൽ എന്ത് ചെയ്തു? ഇവരൊന്നും തന്നെ ചെയ്തില്ല. ഈ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ ഇവര് ഇടതും വലതും കൂടിയും ഒരു നാടകങ്ങൾ കളിക്കും, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും, ഇല്ലാത്ത പദ്ധതികൾ കൊണ്ടുവച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറഞ്ഞ് ബോർഡുകൾ വയ്ക്കും. ഇതാണ് ഈ ഇടതും വലതിൻ്റെയും വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പ്രചരണം നടത്തിയിട്ട് വോട്ട് പിടിക്കുക, എന്നിട്ട് വീണ്ടും അധികാരത്തിൽ കയറിയിരിക്കുക, അധികാരത്തിൽ സുഖമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ വരുന്ന പദ്ധതികൾ കറക്റ്റായിട്ട് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് ആസ്തിയിലില്ലാത്ത സ്ഥലങ്ങൾ പോലും ഇവർ റോഡ് കയറി കയ്യേറി ഇവർ ചെയ്യണം. അതായത് പ്രൈവറ്റ് വ്യക്തികളെ സഹായിച്ചുകൊണ്ടിരിക്കുക. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിപക്ഷം ചെയ്ത കാര്യമല്ലല്ലോ. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന്റെ മുന്നോടിയായിട്ട്, ഇലക്ഷൻ വരുന്നതിന് 6 മാസം മുൻപായിട്ട് ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ വർക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവർ തമ്മിൽ പൂട്ടിക്കൽ നടക്കും. അതായത് ഞങ്ങൾ തുറപ്പിക്കുന്നു പറയും, ഇവർ പൂട്ടിക്കുന്നു പറയും. ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. ജനങ്ങളുടെ മൈൻഡിനെ മാറ്റി ശ്രദ്ധയിൽ ഒരു ഇത് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു നുണേനെ കൊണ്ടിട്ട് അതിനോട് വികസിപ്പിച്ചിരിക്കുക. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സിനഗോഗ്. മാള ടൗണിലുള്ള സിനഗോഗ് തല ഉയർത്തി നിൽക്കുന്നുണ്ടല്ലോ. അതിന്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഇവിടെ നിൽക്കുന്ന 2 പാർട്ടിക്കാർക്കും അറിയാം, ഇദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തിനും അറിയാം വ്യക്തമായിട്ട്. ഇവരുടെ ഭരണകാലത്തുണ്ടായിരുന്നു, നവീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പൊതുപരിപാടികൾ നടത്താൻ പാടില്ല എന്ന് ഓർഡർ എടുക്കുന്നുണ്ട്. അത് തന്നെ പല പാർട്ടിക്കാരും അതിൻ്റെ ഉള്ളിൽ പൊതുപരിപാടി നടത്തിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിന് പരാതി കൊടുത്തിട്ട് അതിന്റെ വേലി കെട്ടിയത്. അപ്പൊ എന്തായാലും താങ്കളുടെ പാർട്ടി വന്നാൽ ഇതിനെക്കുറിച്ച് ശാശ്വത പരിഹാരം തീർച്ചയായിട്ടും. ഇതിനൊന്നല്ല, ഇതുവരെ ഗവൺമെന്റ് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, ജനനന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, ആ ഇംപ്ലിമെന്റേഷൻ ബാക്കി നിൽക്കുന്ന കാര്യങ്ങൾ നേരെയായി വഴിക്ക് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട ആ അവകാശങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പുതിയ കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ ആയാലും ജില്ലാ പഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും സഹകരണത്തോടു കൂടി ഇവിടെ കറക്റ്റായിട്ട് നടപ്പിലാകും. ഇപ്പോൾ 2 പാർട്ടിക്കാരും പറഞ്ഞത് താങ്കൾ കേട്ടു. ഇതിനുള്ള മറുപടി എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇതിന്റെ മറുപടി ഇപ്പോൾ നമ്മുടെ BJPയുടെ എൻ്റെ സുഹൃത്തു കൂടിയായ ജോയി പറഞ്ഞു. ഇവിടെ പ്രതിപക്ഷം ഞാൻ ജോയിനെ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, അവിടെ കഴിഞ്ഞ 10 വർഷത്തിൽ 2 മെമ്പർമാർ BJPയുടെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തിലും 2 മെമ്പർമാർ പ്രതിപക്ഷത്തുണ്ടായി. ശരി, എന്ത് നിലപാടാണ് പ്രതിപക്ഷത്തിന്റെ മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുടിവെള്ള പദ്ധതി. ഈ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് നേരത്തെ സുഹൃത്ത് നമ്മുടെ അബ്ദുൽ ഖാദറൊക്കെ പറഞ്ഞു, കുടിവെള്ള പദ്ധതി ആകെ 30 വർഷമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ 2010-15 ഞാൻ ഇവിടുത്തെ മെമ്പറായി വരുന്ന സമയത്ത് കൊടവത്ത് നിന്ന് തുടങ്ങി കോട്ടമുറി വരെ എൻ്റെ ആദ്യം ഡ്യൂട്ടി എന്തായിരുന്നു വെച്ചാൽ എന്നും പൈപ്പ് ഹോട്ടലായിരുന്നു. ശരി, ലോഡ് കണക്കിന് മണ്ണടച്ച് അത് വെച്ചാൽ ആ വഴി അന്ന് 30 വർഷം കെ കരുണാകരൻ്റെ കാലത്ത് ആ ഇട്ട പൈപ്പായിരുന്നു. ആ പൈപ്പ് ഏകദേശം ഒരു 30 വർഷം കഴിയുമ്പോൾ അത് റീമേക്ക് ചെയ്യണം. അത് ചെയ്യാതെ പോയതിന്റെ കാരണം കൊണ്ട് ആ പൈപ്പുകൾ സ്ഥിരം പോയി 18 പിരിയാണ് നമുക്ക് വാട്ടർ അതോറിറ്റി ഉണ്ടായിരുമ്പോൾ പിരിക്കേണ്ടത്. അത് നമുക്ക് ആ ഇത് തിരി തുറക്കാൻ പറ്റുന്നത് 2.5 പിരിയായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയിൽ പല സ്ഥലത്തും വെള്ളം എത്താത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് നമ്മൾ ജലനിധി എന്ന് പറയുന്ന പദ്ധതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ആ ജലനിധി പദ്ധതിയിൽ വന്ന് കോൺഗ്രസിന്റെ ഭരണസമിതി ആകെ 5 എഗ്രിമെന്റ് ഉണ്ട്. അതിൽ ഒരു എഗ്രിമെന്റ് മാത്രമാണ് നമ്മൾ വെച്ചത്. എന്ത്? ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇത്. അതിനുവേണ്ടി നമ്മൾ അന്ന് മാള പഞ്ചായത്തിൽ 1560 കണക്ഷൻ കണ്ടാണ് വാട്ടർ അതോറിറ്റി ഉണ്ടായുള്ളൂ. അന്ന് നമുക്കൊരു വാട്ടർ അതോറിറ്റി കണക്ഷൻ കിട്ടണമെങ്കിൽ 10,000 മുതൽ 15,000 രൂപ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്യൂ നിൽക്കണം. കിട്ടില്ല, എന്നാലും കിട്ടില്ല. അങ്ങനെയായിരുന്നു അന്നത്തെ മാളയിൽ ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റി ഇക്ക നേരത്തെ പറഞ്ഞ 2100 രൂപ വെച്ചിട്ട് ശരിയാണ്. 2100 രൂപയ്ക്ക് 6700 കണക്ഷൻ മാള പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കൊടുത്തു.
പട്ടികജാതിക്കാർക്ക് 1100-ഉം ജനറൽ വിഭാഗത്തിന് 2100 കൊടുത്തു. 2015 ഈ ഭരണസമിതി മാറിപ്പോകുമ്പോൾ അന്ന് ലൈവായിട്ട് പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈവായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അന്നൊരു ബുദ്ധിമുട്ട് ഇത് വന്നതിന് ശേഷം അന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം ഈ ജലനിധി പദ്ധതി അതെല്ലാം ഇവർ മറച്ചു വെക്കുകയാണ്. ഇവർ കോൺഗ്രസിന്റെ മാത്രം തലയിൽ വെക്കാൻ നോക്കിയ. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2018 ഈ പറയുന്ന ജലനിധി എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം നടത്തുന്നത്. ആ ഫസ്റ്റ് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ജലനിധി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ്, ഉദ്ഘാടനം വെച്ചാൽ അതിന്റെ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ 6 മാസം ട്രയൽ റൺ ഓടിക്കണം. ആ ട്രയൽ റണ്ണാണ് 6 മാസം ട്രയൽ റൺ ഓടിക്കുമ്പോൾ എവിടെയൊക്കെയാണ് എയർ വാൽവുകൾ വെക്കേണ്ടത്, എവിടെയൊക്കെയാണ് വെള്ളം കയറാത്തത്, എവിടെയൊക്കെയാണ് സുലഭമായിട്ട് വെള്ളം എത്തുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ ആ എഗ്രിമെന്റിലുണ്ട്. ഞാൻ ഈ സുഹൃത്തുക്കളോട് പറഞ്ഞ ആ എഗ്രിമെന്റുകളൊന്ന് വായിച്ചു നോക്കാനാണ്. അപ്പൊ ഇവര് പക്ഷെ എന്താന്ന് വെച്ചാൽ 2018 അന്നത്തെ MLA ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? സുനിൽകുമാർ. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ആരാ? അവര് ഭരിക്കുന്ന LDF കാരാണ്. അപ്പൊ 2018 അത് 15 കഴിഞ്ഞ് 16, 17, 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പദ്ധതിയുടെ ഇത് കഴിഞ്ഞത്. ആ 2015 ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ട്രെയിലർമാര് വെള്ളം വാല് വെച്ച് കൊടുത്തോണ്ടിരുന്നു. അന്ന് ആക്ഷേപം ഉണ്ടായിട്ടില്ല. 2018 ഇത് പൂർത്തീകരിക്കുന്ന സമയത്ത് കഴിപ്പിക്കും വെള്ളത്തിന്റെ അവസ്ഥ പറഞ്ഞു. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മാള പഞ്ചായത്തിൽ 1560 കണക്ഷനിൽ നിന്നും 6700 കണക്ഷൻ ആക്കുമ്പോൾ ആ എഗ്രിമെന്റിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. 500 mm പൈപ്പ് നമ്മുടെ വൈന്തല ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും പുതിയതായിട്ടൊരു 500-ന്റെ പൈപ്പ് ഇട്ട് മാള ടാങ്കിലേക്ക് മോട്ടോർ വെച്ച് 3 മണിക്കൂർ കൊണ്ട് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇന്നും ടെൻഡർ വിളിച്ചിട്ടില്ല. ഇപ്പോഴും ടെൻഡർ വിളിച്ചിട്ടില്ല. അന്നത്തെ പദ്ധതിയിൽ എന്തായിരുന്നു വെച്ചാൽ അഷ്ടമിത്ര മേഖലയിലേക്ക് ഇറങ്ങി പോകുന്ന ഗ്രാവിറ്റി ലൈൻ 350-ന്റെയാണ്. ചുരുക്കി പറഞ്ഞു 350-ന്റെയാണ്. അല്ല, ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. 350-ന്റെ ഇറങ്ങി പോകുമ്പോൾ ആ 350-ന്റെ ഗ്രാവിറ്റി പൈപ്പ് നേരെ അഷ്ടമിത്ര മേഖലയിലേക്ക് പോകുന്നു. ഇപ്പുറത്തെ വശത്ത് 250-ന്റെ പൈപ്പാണ് മാളയ്ക്ക് വരുന്നത്. ആ 250-ന്റെ പൈപ്പ് നേരെ ഒരു ഗ്രാവിറ്റിയും കൂടി ഇറക്കിയാൽ മാളയ്ക്ക് അഷ്ടമിത്രയ്ക്കും ടേൺ നോക്കാതെ മാള സൈഡിലേക്ക് 250-ന്റെ പൈപ്പും പോവും, 350-ന്റെ വെള്ളത്തിൽ കൂടെ അഷ്ടമിത്ര മേഖലയ്ക്കും പോകും. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത് ആദ്യത്തെ വർഷം TN പ്രതാപൻ രാഷ്ട്രീയപരമായിരുന്നത്. TN പ്രതാപൻ ഈ പദ്ധതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജലനിധിക്ക് ഇവര് തന്നെ ഒരു പേരിട്ടു, തലവിധി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ വെറുതെ പറയണമെന്നല്ല, ഞങ്ങൾ ഇത്ര സ്റ്റഡി ഇതെല്ലാം മാറ്റിമറിക്കും. ഇത് മാറ്റിമറിക്കാൻ സിമ്പിളാണ്. നമ്മൾ ഇതിനു വേണ്ടി വലിയൊരു പണിയൊന്നും എടുക്കേണ്ട. ഇന്നത്തെ എഗ്രിമെന്റിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടപ്പാക്കിയാൽ ഈ ഞാൻ പറഞ്ഞ പൈപ്പ് പൊട്ടുന്നത്, കോട്ടമുറിയുള്ള പൈപ്പ് മാറ്റി, അത് മുഴുവൻ മാറ്റി പുതിയ പൈപ്പ് ഇട്ടു. ഇപ്പൊ അങ്ങനെ വെള്ളം പൊട്ടുന്നില്ല. അപ്പൊ ആ രീതിയിലേക്ക് വെള്ളം പൊട്ടാത്ത, പിന്നെ വെള്ളം പൊട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പല സ്ഥലത്തും പൊട്ടുന്നു. അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. അതിലേക്കൊക്കെ വരാം നമുക്ക്. പിന്നെ ഒരു മിനിറ്റ്, ആശുപത്രിയുടെ കാര്യത്തില് 2010-15 1,76,00,000 കൊണ്ടുവന്നിട്ട് ആ പദ്ധതി അവിടെ പണിതത്. അത് 8 നില ബിൽഡിംഗ് പണിയാനുള്ള ആവിഷ്കരിച്ചിട്ടാണ് ആ ബിൽഡിംഗ് പണിതത്. ആൾക്കറിയാം അതിനെപ്പറ്റി. അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഏത് കാലത്താണ് കൊണ്ടുവന്നത്? താലൂക്ക് ആശുപത്രിയിൽ മാത്രമുള്ള ഡയാലിസിസ് യൂണിറ്റ് ഇപ്പൊ ഡയാലിസിന്റെ നടക്കുന്നുണ്ട്. പക്ഷെ ആ യൂണിറ്റ് കൊണ്ടുവന്നതും 2010-15 കാലഘട്ടത്തിലാണ്. വർഗീസ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന ബ്ലോക്കിന്റെ പ്രസിഡന്റാണ്. ഈ ഡെവലപ്മെന്റ് ഒക്കെ 10 വർഷമായിട്ടാണ് മുടങ്ങിപ്പോയി. താഴോട്ട് അത് ശരിയാണ് ഇക്ക പറഞ്ഞത്. താഴോട്ട് പോയി ആശുപത്രിയുടെ അവസ്ഥ വളരെ മോശമാണ്. അപ്പൊ ഇത്തരെല്ലാം കാര്യങ്ങൾ കേട്ടില്ലേ? ഇതിലെന്താണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്? എന്താണ് മനസ്സിലായത്? നമ്മള് പറഞ്ഞു വരുന്നത് കുടിവെള്ളത്തിന്റെ ആദ്യം മനുഷ്യനിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനുശേഷം കഴിഞ്ഞിട്ടാണ്. അതായത് വെള്ളം, വായു, വെളിച്ചം, ഭക്ഷണം, പാർപ്പിടം. ഇത് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ ഇതാണ്. 4 പോയിന്റുകളാണ് നമുക്ക് വേണ്ടത്: വെള്ളം, പാർപ്പിടം, വെളിച്ചം. ഇങ്ങനെ വെള്ള സാധനം അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അത് കൊടുക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇവർ പരാജയമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും പരാജയമാണ്. അവര് പറഞ്ഞത് കേട്ടില്ല. അപ്പോ പറഞ്ഞ കാര്യങ്ങള് അല്ല, അവർ പറഞ്ഞത് ഇത് അന്ന് പൈപ്പ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെ അതിനകത്ത് ഖജാൻജിയായിട്ട് ഞങ്ങളുടെ വാർഡിൽ 16-ാം വാർഡിലേക്ക് അത് ഞാൻ വന്ന് പറയുമ്പോ എന്നെ പിന്നെ മീറ്റിങ്ങിന് വിളിക്കലില്ല. ഞാനില്ല, കമ്മിറ്റി വിളിക്കലില്ല, കമ്മിറ്റിയാണ് മീറ്റിങ്ങിന് വിളിക്കലില്ല. അതായത് ഇത് ഇത്രയും പോകുന്ന പൈപ്പ്, അതായത് മറ്റേ ഗുണമേന്മയില്ലാത്ത പൈപ്പാണ് വന്നിട്ടിരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയല്ല, അതിന് വരുന്ന പൈപ്പുകൾ പരാതി കൊടുത്ത് ഒരുപാട് അവിടെ ഒരുപാട് മീറ്റിംഗ് ഒക്കെ വിളിച്ച ജോഷി ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അവിടെ പരാതി കൊടുക്കുന്നുണ്ട്, മീറ്റിംഗ് വിളിക്കും. അവിടെ വരും ആള്. മലപ്രധാനം കണ്ടാണ് കോൺട്രാക്ടർ. ആളൊന്നും ഇങ്ങോട്ട് വരും.
ആള് വന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞാൽ ആൾ എഴുന്നേറ്റാണ്ട് പോകും. വെള്ളം വീണ്ടും പൊട്ടിപ്പോവും. നിങ്ങളെ കൊണ്ട് ഈ 15 വർഷമായിട്ട് മനുഷ്യർക്ക് ശാശ്വതമായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഭരണകർത്താക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മറ്റേ BJP പറഞ്ഞ മാതിരി തമ്മിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ജനങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടൽ വളരെ കുറവാണ്. അതായത് ഒരു ഗ്രാമസഭ തന്നെ വിളിച്ചാൽ ജനങ്ങൾ പങ്കെടുക്കില്ല. ഗ്രാമസഭ വിളിച്ചാൽ ജനങ്ങൾ പങ്കെടുക്കാത്തതിന്റെ കാരണം എന്താ? അവർക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ എല്ലാ ഗ്രാമസഭയിലും പങ്കെടുക്കുന്ന ആളാ. 16-ാം വാർഡിലെ ഞാൻ 15-ാം വാർഡിലെ എല്ലാ ഗ്രാമസഭ. അത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മിനിസ്റ്റല്ലോ, അവിടെ മിനിസ്റ്ററിൽ പോയിട്ട് നോക്കാവുന്നതാണ്. അടിസ്ഥാനമില്ലാത്ത കാര്യം ജോയി പറയട്ടെ. കൂടാണ്ട് 6 മാസത്തിൽ എങ്ങനെ പദ്ധതി സംസാരിക്കട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞു 4 മാസം കൂടുമ്പോൾ ഗ്രാമസഭ കൂടണമെന്നുള്ളത് പഞ്ചായത്ത് ആക്ടിങ് ഉള്ളതാണ്. അതിനകത്ത് ഇവര് തന്നെ പറയുന്നു 6 മാസം എത്തണം. 6 മാസം എത്തുമ്പോൾ ജനങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കണം? അതിൽ നിന്നിട്ട് ജനങ്ങൾക്ക് ഓരോ ഉപകാരമില്ലാത്തൊരു ഗ്രാമസഭയാണ് അവിടെ. അതുകൊണ്ടാണ് ജനങ്ങൾ പങ്കെടുക്കാത്തത്. അതായത് താങ്കൾ ഗ്രാമസഭയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല. അതായത് പല പ്രാവശ്യവും അവിടെ കോറം തികയാതെ ഗ്രാമസഭ പിരിച്ചുവിട്ടിട്ടുണ്ട്. നമ്മുടെ മാള പഞ്ചായത്തിൽ ഗ്രാമസഭ പിരിച്ചുവിട്ടു. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് പദ്ധതിയിലേക്ക് എങ്ങനെ വരും? ഏത് ഈ പറയുന്ന പദ്ധതികളെല്ലാം അത് അവര് പാസ്സാക്കും. എങ്ങനെ പാസ്സാക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് വികസനം? എന്താണ് റോഡ്? ആകപ്പാടെ റോഡ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തോട് ഇല്ലെങ്കിൽ കുളം, ഇത് നന്നാക്കലാണ്. അല്ലാണ്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടിയില്ല. മാള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇപ്പൊ പറഞ്ഞ ഡയാലിസിസ് അത് അവസാനം വന്ന നിമിഷമാണ്. മനുഷ്യന് എല്ലാം സംഭവിച്ച് അവസാനം അങ്ങോട്ട് പോണ സമയത്താ. അതിനു മുമ്പ് കുടിവെള്ളം കൊടുക്കണം, ആശുപത്രിയിൽ മരുന്ന് കൊടുക്കണം, ഇത് അവിടെ കിടത്തി ചികിത്സിപ്പിക്കണം. ഇതൊന്നുമില്ല അവിടെ. അപ്പൊ എന്തായാലും കോൺഗ്രസ് ഞാൻ കോൺഗ്രസിനെയും പറയുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിനെയും പറയുന്നില്ല. ഭരണകർത്താക്കൾ ഇവർ തന്നെയാണ് മാറി ഭരിക്കുക. ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് ഇലക്ഷൻ ഇങ്ങോട്ട് അടുത്ത് കഴിയുമ്പോ അവര് ഈ പറഞ്ഞ മാതിരി വാടാ പോടാ കളിയാ. ഇതില് 2014 TN പ്രതാപൻ ജലനിധി എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നു. മൾട്ടി ജീവി പദ്ധതി 6 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2014 എഗ്രിമെന്റ് ജലനിധി. അതിന് മുന്നേ വാട്ടർ അതോറിറ്റിയുടെ അത് ഞാൻ പറയാം. 2014 TN പ്രതാപൻ ഈ പദ്ധതി കൊണ്ടുവരണം, മൾട്ടി ജീവി പദ്ധതിയായിട്ട്. അപ്പൊ അതിന് മുമ്പ് വരെ വാട്ടർ അതോറിറ്റി ആര് ഭരിച്ചോ എന്നുള്ളതല്ല, വാട്ടർ അതോറിറ്റി കറക്റ്റ് ആയിട്ട് വെള്ളം കൊടുത്തിരുന്നു. അതായത് 3 ദിവസം 4 ദിവസം അടുപ്പിച്ച് വെള്ളം കിട്ടിയിരുന്നു. പൊതു ടാപ്പുകൾ കണ്ടമാനുണ്ടായിരുന്നു. നമുക്ക് സ്കൂളിന്റെ ഫ്രണ്ടിലായാലും വഴിയോരങ്ങളായാലും പൊതു ടാപ്പുകൾ ഉണ്ടായിരുന്നു. ഇവർ ഈ മൾട്ടി ചെയ്തിപ്പിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പൊതു ടാപ്പുകളുടെ ഒരു വിധം പരമാവധി എടുത്തു കഴിഞ്ഞു. സ്കൂളിന്റെ ഫ്രണ്ടിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫ്രണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ചുരുക്കി. അതിനുശേഷം ഇപ്പൊ അതും എടുത്തു കാട്ടി കിടന്നു. അപ്പൊ ജനങ്ങളെ ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ പലതും ഉണ്ടായിട്ട് ഈ പറയുന്ന ഒരു വിഷയമുള്ളത്, അതായത് ഇപ്പൊ ഈ പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ടും ജലനിധി വന്നതുമായി ബന്ധപ്പെട്ടും ഈ മാള പഞ്ചായത്തിൽ മാത്രമുള്ളൂ ഇങ്ങനെ ഒരു വിഷയം? ഭൂരിഭാഗം മാള പഞ്ചായത്തിലുള്ളൂ. കാരണം ഇപ്പൊ കേന്ദ്ര പദ്ധതിയായിട്ട് 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മാള പഞ്ചായത്തിന് മാത്രം. 20 വാർഡുകൾക്ക് കേന്ദ്ര പദ്ധതി ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ളം എല്ലാവർക്കും കിട്ടുന്നതിന് പദ്ധതിയിൽ. ആ പദ്ധതിയിലും വലിയ അഴിമതി നടത്തിയിരിക്കുന്നത്. കാരണം ഇവർ പറഞ്ഞു പൈപ്പുകളുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പൈപ്പിന്റെ വലിപ്പം ഇല്ലാണ്ടാണ്, കൊടവത്തുനിന്ന് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിട്ട് അവിടെ നിന്നുള്ള ഇതാണെന്ന്. ഇവര് പറഞ്ഞതിനുള്ള മറുപടി പറയാനുള്ള കുടിവെള്ള വിഷയമാണ് ഇവിടെ മെയിനായിട്ട് വിഷയം. അദ്ദേഹം പറഞ്ഞു, ആളും പറഞ്ഞു കുടിവെള്ളം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. BJPയുടെ 2 മെമ്പർമാര് പഞ്ചായത്തിലുണ്ടായല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് നടപടി ഉണ്ടായത്? അതായത് ഒരു 10 പേരുള്ളടത്ത് ഇപ്പൊ നമ്മൾ ഇത്ര പേര് ഇവിടെ ഉണ്ട്, 2 പേര് മാത്രം ഒച്ചെടുത്ത് വല്ല കാര്യമുണ്ടോ? പിന്നെ അദ്ദേഹം പറയാനുള്ള സാഹചര്യം ഒരു മെമ്പർമാരാണല്ലോ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. പല പരാതികളും പഞ്ചായത്തിലാണ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ രേഖകളൊക്കെ എന്റെ കൈവശമുണ്ട്. ആർക്കെങ്കിലും സംശയിച്ചു ഞാൻ തരാം. അല്ല, നിങ്ങൾ സംസാരിക്കില്ല, ഞാൻ പറഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പൊ ഇവര് പറഞ്ഞ 2 മെമ്പർമാര് BJPക്ക് ഉണ്ടായിട്ടുണ്ട്, ഒന്നും ചെയ്തില്ല. അതിലും കൂടുതൽ മെമ്പർമാർ ഇവർക്കുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു ഞാൻ ചോദിച്ചത്, അതാണ് അവർ പറയണ്ടേ. ശരി, അത് പറയാം. പിന്നെ ഈ വെള്ളത്തിന്റെ വിഷയമായിട്ട് പല വിഷയമായിട്ടും ഈ കുടിവെള്ളത്തിന്റെ വിഷയമായിട്ട് ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഓംബുഡ്സ്മാൻ PS ഗോപിനാഥ് സാറിന്, ജഡ്ജി PS ഗോപിനാഥ് ആൾക്ക് കേസ് കൊടുത്ത് വിധി അടക്കെടുത്തിട്ടുള്ളതാണ്. 15 ദിവസം കൊണ്ട് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്ത് ജനങ്ങൾക്ക് കുടിവെള്ളം കറക്റ്റായിട്ട് എത്തിക്കുന്നുള്ള വിധിരേഖയിൽ ന്യായത്തിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 2 കൊല്ലായി. അതിനുശേഷം ഇവർ നടപ്പാക്കാണ്ടായപ്പോൾ ഞാനൊരാണ് പഞ്ചായത്തിൽ പോയി ബഹളുണ്ടായപ്പോൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടി പോലീസിനെ വിളിച്ചു വരുത്തി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടാവാൻ വേണ്ടി. അദ്ദേഹത്തിന് വിവരമുണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യില്ല. കാരണം രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. കാണിച്ചു കൊടുത്തപ്പോൾ അവർ കുഴപ്പമുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കാണ്ട് കൊണ്ടുപോകണം. കാരണം പഞ്ചായത്തിന് ഉള്ളിൽ കയറിയിട്ട് ബഹളം ഉണ്ടാക്കണം. അദ്ദേഹം അറസ്റ്റ് ചെയ്തില്ല. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ പല പരാതിയും കൊടുത്തിട്ട് ഈ കൊടവത്തൂത്ത് ടാങ്കിൽ ബൾക്ക് മീറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായില്ല കുറെ കാലങ്ങളായിട്ട്. ഇപ്പൊ മാള പഞ്ചായത്തിന്റെ 8.5 കോടിയിൽ മേലെ ബാധ്യതയാണ്.
വരുത്തി വെച്ചായിരുന്നു. കാരണം ഈ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് നശിപ്പിച്ച് കളഞ്ഞ് LDF നശിപ്പിച്ച് കളഞ്ഞു. ഇവർ രണ്ട് കൂട്ടരും കൂടി നശിപ്പിച്ചെന്ന് പറയാം. കാരണം ഞാൻ ഒരാളെ തന്നെ പറയാം, ഇവർ അത് തന്നെയാണ് സംഭവം. കാരണം ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് ഈ ഇലക്ഷൻ വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലാണ് ഇറങ്ങി ചെല്ലും. 6 മാസം മുമ്പാണ് തുടങ്ങും പരിപാടികൾ തുടങ്ങും, വർക്ക് തുടങ്ങും. ഇലക്ഷന് മുന്നോട്ട് വർക്ക്. അപ്പൊ ഇതൊക്കെ ഇലക്ഷന്റെ ബോംബാണെന്നാണ് പറയുന്നത്. കറക്റ്റ്, അത്രേ ഉള്ളൂ. അത് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് എന്നെ കാണുന്ന ജനങ്ങൾക്ക് അറിയാലോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ഇലക്ഷന്റെ സമയത്തല്ല ഇങ്ങനെ ചർച്ച വെച്ചതും. അതെ, അപ്പൊ അത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ അല്ലെങ്കിലും അറിയുന്നുണ്ട്. ജനങ്ങൾക്ക് അത്യാവശ്യം പഴയ കാലങ്ങളിൽ ജനങ്ങൾ മാറി തുടങ്ങി. കാരണം നമ്മൾ പല വീടുകളിലും ഇപ്പൊ എന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണ്, മാള ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡ് സ്ഥാനാർത്ഥിന്. ഈ 5ാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുണ്ടായ കാരണം കോൺഗ്രസിന്റെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു അവിടെ. 2 വർഷമായിട്ട് ഈ മെമ്പറെ കാണാനില്ല. അതായത് നിങ്ങളുടെ നോട്ടത്തില് മാള ഗ്രാമപഞ്ചായത്ത് ഇരുമുന്നണികളോട് ഭരിച്ചു മുടിച്ചു എന്നാണ് പറയാനുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള മറുപടി ഇവർ പറയും. ഓക്കെ, അതിനുള്ള മറുപടി അതെ എല്ലാ മേഖലയിലും. കാരണം 40 കൊല്ലമായിട്ട് മാള പഞ്ചായത്തിൽ മോടംകുന്ന് കോളേജിൽ അവർക്ക് ഒരു നനവെള്ള പദ്ധതി കൊണ്ടുവന്നു. ഈ 40 കൊല്ലമായിട്ട് 6 മോട്ടർ അവിടെ വെച്ചു. 6 മോട്ടർ വെച്ച് പൈപ്പുകൾ പല പ്രാവശ്യം മാറ്റിയിട്ടു. ആ ടാങ്ക് ഇപ്പോഴും കരിക്കൽ ടാങ്കിയായിട്ട് അവശേഷിക്കും. ഒരു തുള്ളി വെള്ളം അടച്ചില്ല. 2019 VS സുനിൽകുമാർ ML അടക്കം എഴുതി ഒപ്പിട്ട് പോയി, മിനിസ്റ്റർ ബുക്കിൽ എഴുതിട്ട് പോയി, കമ്മിറ്റി അടക്കം. അന്ന് വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ CL ബാബു, അദ്ദേഹം ഇവിടെ ഇല്ല. എഴുതി പോയെന്ന് അറിയോ, ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത്. ആ സാധനം വീണ്ടും ഞാൻ ആ കമ്മീഷൻ പോയി കഴിഞ്ഞപ്പോൾ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് 2,20,000 രൂപ അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ 11-ാം തീയതി അനുവദിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മോട്ടറും ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ ഓർഡർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവർ ചെയ്തു വെച്ചത് എങ്ങനെയാണ്? ഇവർ പറഞ്ഞു പരാതി എന്താ കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലക്ഷ്യം. കാരണം പരാതി കൊടുത്തിട്ട് നടപ്പാക്കേണ്ടതല്ല മെമ്പർമാര്. ഒരു പൊതുപ്രവർത്തനോ അതിന് രാഷ്ട്രീയത്തിലെ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ജനുവരി തേടുമ്പോൾ ജനങ്ങളുടെ പരാതി കിട്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പരാതി ഇല്ലാണ്ട് പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അല്ല, മുന്നേ പരാതി ഇല്ലാണ്ട് പരിഹരിച്ചു കൊടുക്കുക. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പരാതി വന്നിട്ട് ചെയ്യുന്നതല്ല. അങ്ങനെയാണ് പിന്നെ ഇവിടെ ഇതിന്റെ സംവിധാനത്തിൽ. പിന്നെ ഒരു ഗ്രാമസഭയുടെ കാര്യം പറഞ്ഞു. ഒരു ഗ്രാമസഭകളും മാള ഗ്രാമപഞ്ചായത്തിൽ, അതായത് തൃശ്ശൂർ ജില്ലയിൽ 86 പഞ്ചായത്തുകളുണ്ട്. ഈ 86 പഞ്ചായത്തുകളിലെ വിവരാവകാശം വെച്ച് രേഖ എടുത്തിട്ടുള്ളതാണ്. ഈ 86 പഞ്ചായത്തുകളിൽ ആകെ 4-3 പഞ്ചായത്തിൽ മാത്രമാണ് ഗ്രാമസഭ കറക്റ്റായിട്ട് കോറം തികഞ്ഞ് നടത്തിയ പഞ്ചായത്തുകളുള്ളൂ. അതിന്റെ രേഖകളെ മാള പഞ്ചായത്തിലും ഇല്ല. കോറം തികയാണ്ട് ഗ്രാമസഭ നമുക്ക് അല്ലല്ല ഒരു മിനിറ്റ് പറയാം. അതായത് നമ്മൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന്, നിലവിൽ താങ്കൾ ജയിച്ചു വന്നാൽ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, മാള പഞ്ചായത്തിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ താങ്കളുടെ കക്ഷി അതായത് UDF കോൺഗ്രസ് എന്താണ് നിലവിൽ ചെയ്യാൻ പോകുന്നത്? അതോടൊപ്പം തന്നെ ജനങ്ങളോട് വോട്ടും ചോദിക്കാവുന്നതാണ്. ഞാനിവിടെ ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ മാധ്യമം തന്നെ, അത് സുധീറിൻ്റെ ഈ ലൈം ലൈറ്റ് തന്നെ എത്രയോ ഇടപെടലുകൾ നിങ്ങൾ പകർത്തി എത്രയോ നാളുകളായി. അതെ, ഞങ്ങളുടെ നിങ്ങൾ ഈ സുധീറിൻ്റെ ഈ ലൈം ലൈറ്റ് വഴി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഇവരോട് പറയാനുള്ള മറുപടി ഉള്ളൂ, എന്ത് ഇടപെടലുകളെ കുറിച്ച്. അല്ലാണ്ട് ഇലക്ഷൻ സ്റ്റണ്ട് കണ്ടിട്ട് നമ്മൾ വന്ന് ഒരു വോട്ട് പിടിച്ച് ജനങ്ങളുടെ ആൾക്കാർ മണ്ടന്മാരാണോ? ജനങ്ങൾ മണ്ടന്മാരാണെന്നോ അവർ വിചാരിച്ചേക്കണത്? വളരെ ജനങ്ങളെ സംബന്ധിച്ച് ആളുകൾ അത്രയ്ക്ക് കൃത്യമായിട്ട് നിലപാടെടുത്ത് പോകുന്ന ആൾക്കാരാ. അവർക്ക് കൃത്യമായ രാഷ്ട്രീയം അറിയാം, വോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ഞാൻ അവരെ യജമാനായിട്ട് കാണുന്ന ആൾക്കാരാ. അല്ലാണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അവർ വളരെയായിട്ട് വെരിഫൈ ചെയ്ത് കൃത്യമായിട്ട് നിലപാടെടുത്ത് പോകുന്ന വോട്ടർമാരാണ് മാള പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 കൊല്ലം UDF നടത്തിയപ്പോൾ ജോയി തന്നെ പറഞ്ഞു 2014 വാട്ടർ അതോറിറ്റിയുടെ കുറച്ച് പൈപ്പിടലൊക്കെ നേരത്തെ നടന്നു കൂട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞത് 2014 കഴിഞ്ഞ് 15 കഴിഞ്ഞപ്പോഴേക്കും ഈ ഭരണസമിതിയിൽ നിന്ന് ഞങ്ങളെ പോണ്ടി വന്നു. പിന്നീട് വന്ന ഭരണസമിതികൾ കൃത്യമായിട്ട് ജലനിധിയെ കൃത്യമായിട്ട് അതിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം, അന്ന് ഒരു എഗ്രിമെൻ്റ് കഴിച്ചിട്ടുണ്ടായുള്ളൂ, ബാക്കി 4 എഗ്രിമെൻ്റ് ഒപ്പിട്ടത് ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിയാണ്. ഈ ഭരണസമിതി ആ എടുത്ത എഗ്രിമെൻ്റ് പ്രകാരം ഈ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ജോയി പറഞ്ഞു 17 ലക്ഷം കോടി, 17 കോടി ഇപ്പോൾ വന്നതല്ല. ഈ 5 വർഷക്കാലം, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയിൽ വന്നതാണ് 17 കോടി. ഇത് പുതിയത് വന്നതല്ല. ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതി ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. ആ ജലജീവൻ മിഷൻ ഞങ്ങൾ പദ്ധതിയിൽ നിന്നും കുറച്ചാണ്. എന്തുകൊണ്ട് ആ 17 കോടി രൂപ വന്നിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ഈ ഭരിച്ച ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ആ പൈപ്പും മോട്ടറും ഇട്ടുകൊണ്ട് ഇവിടുത്തെ ആ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടാൻ അവരെ കൊണ്ട് സാധിച്ചില്ല? ഇത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്ന അത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എങ്ങനെയാണ് ആ പദ്ധതി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് താങ്കളോട്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾ എപ്പോഴും ഏത് മാധ്യമത്തിലും
ജനങ്ങളോടും പറയുന്ന ഒരു വാഗ്ദാനമാണ് ഈ പൂട്ടിക്കിടക്കുന്ന ഈ മാർക്കറ്റ് ആയാലും ശരിയാണ്, ഈ പറയുന്ന സിനഗോഗ, മറ്റുള്ള ആ കോട്ടകളായാലും ശരിയാണ്, ഇതെല്ലാം തുറക്കപ്പെടും എന്നുള്ള രീതിയിൽ. അത് ഈ പൂട്ടിയ സാധനം എങ്ങനെയാണ് തുറക്കപ്പെടുമെന്ന് പറയുന്നത്? ഇതിലൊറ്റ കാര്യമുള്ളൂ. ഇപ്പം ഞാൻ കെ കരുണാകരൻ്റെ സ്റ്റേഡിയം മാത്രം എടുക്കുന്നു. കെ കരുണാകരൻ്റെ സ്റ്റേഡിയം ആദ്യം നെഹ്റു സ്റ്റേഡിയം ആയിരുന്നു. നെഹ്റു സ്റ്റേഡിയം ആയിട്ട് കെ കരുണാകരൻ മരണപ്പെട്ടതിന് ശേഷം അവസാനത്തെ ചോദ്യമാണ്. അതിനുശേഷം AK ചന്ദ്രൻ MLA ആണ് എന്നോട്, ഞാനന്ന് മെമ്പറാണ്, എന്നോട് പറയാണ് ഒരു 25 ലക്ഷം രൂപ ഞാൻ അവിടുന്ന് പാസ്സാക്കി തരാം, നീ ഒരു 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് നേരെ കൊണ്ടുപോയി AK ചന്ദ്രന്റെ വീട്ടിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നാ പറഞ്ഞു പക്ഷേ ആ അവസാന കാലഘട്ടത്തില് തോമസ് ഐസക്ക് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോട്ടോ, നീലേശ്വരം എന്ന സ്ഥലത്ത് EMSന്റെ പേരിൽ 1 കോടി രൂപ സ്റ്റേഡിയത്തിന് പാസ്സാക്കിയപ്പോൾ മാളയിൽ കെ കരുണാകരന്റെ പേരിലും 1 കോടി രൂപ പാസ്സാക്കി. അതിന് പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അതിന്റെ ഡെവലപ്മെന്റ് വീണ്ടും കൂട്ടി 2 കോടി രൂപ പിന്നത്തെ ബഡ്ജറ്റിൽ വന്നു. പിന്നെ 8.5 കോടി രൂപയുടെയാണ് നമുക്ക് അതിന്റെ എമൗണ്ട് ആയത്. അത് ഇപ്പോഴത്തെ മന്ത്രി, അതായത് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുന്ന ഗണേഷ് കുമാറാണ് സ്പോർട്സ് മന്ത്രി. ആളുടെ പ്രത്യേക താല്പര്യമായിരുന്നു മാള മാത്രമല്ല കേരളത്തിൽ തന്നെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ അന്തർദേശീയ നിലവാരത്തോടുകൂടിയുള്ള ഒരു ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതി പ്രകാരമാണ് നമ്മൾ അവിടെ നടപ്പാക്കിയത്. അതിന് അന്ന് കെ കരുണാകരന്റെ നെഹ്റു, ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൂടി പറയട്ടെ, നെഹ്റുവിന്റെ പേരിലായിരുന്നു സ്റ്റേഡിയം മാറ്റിയത്. ഭരണസമിതി തീരുമാനം എടുത്തു, ഐക്യകണ്ഠേന. അന്ന് ഇടതുപക്ഷക്കാരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഐക്യകണ്ഠേന തീരുമാനം എടുത്തു കെ കരുണാകരന്റെ പേര് മാറ്റാൻ. അത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ അവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് മുസ്രീസ് പൈതർ പദ്ധതി എന്ന് പറയുന്ന പേരിലാണെങ്കിൽ, മുസ്രീസ് പൈതർ പദ്ധതി എന്ന് പറയുന്ന 20 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ആസ്തിയാണ്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ കിടക്കുന്ന ഭൂമി അവിടെ എന്ത് നടപ്പാക്കണമെങ്കിലും അതിന്റെ MOUയിൽ പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ ഒന്നും നടക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പള്ളി അറിയാം, യഹൂദ പള്ളിക്ക് ഇവര് 75 ലക്ഷം രൂപ പാസ്സാക്കി. ഇപ്പൊ അത് ഇടിഞ്ഞൊളിഞ്ഞു വീണപ്പോ അവർ പറഞ്ഞ 14 കൊടുത്തുള്ള 30. എത്ര രൂപയാണെങ്കിലും ഇത് ആരുടെയും ജനങ്ങളുടെ പൈസയാണ്. 10 ലക്ഷം രൂപ ഇവർ ചെലവാക്കിയിട്ടുള്ളെങ്കിലും 5 ലക്ഷം അത് കൃത്യമായിട്ട് നിലനിർത്താൻ ചോദ്യത്തിന്റെ ഇത് വന്നില്ല. അതായത് ജനങ്ങൾക്ക് ഇത്ര അറിയേണ്ട കാര്യമുള്ളൂ. ഈ പൂട്ടപ്പെട്ട ഈ പറയുന്ന മാർക്കറ്റ് ആയാലും ഈ പറയുന്ന ഷൗക്കോട്ടെ ആയാലും എങ്ങനെ തുറക്കും? ഞാൻ ഈ 2 വിഷയം മാത്രം എടുത്ത് പറയാം. ഒട്ടനവധി കാര്യങ്ങൾ പറയാം. ശരി, ഈ 2 വിഷയം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വോട്ട് ചോദിച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഒരു വിഷയം കൂടി ഞാൻ പറയും, മാളച്ചാലും കൂടി എനിക്ക് പറയാം. അപ്പൊ ഞാൻ 2 വിഷയത്തിൽ, ഒന്ന് സ്റ്റേഡിയം തന്നെ എടുക്കാം. സ്റ്റേഡിയം ഓൾറെഡി അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഗേറ്റ് അടച്ച് പൂട്ടി, കാട് പിടിച്ച്. അപ്പോൾ ഇവർ അടയ്ക്കാനുണ്ടായ കാരണം അതിൽ ആളുകൾ കയറിയിരുന്നു സിഗരറ്റ് വലിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം അപ്പുറത്ത് കൂടെ ഞങ്ങളാണ് തടയണത്. അപ്പുറത്തെ വശത്ത് കൂടെ ആളുകൾ കയറിയിട്ട് അതിനകത്ത് കഞ്ചാവ് ഒരിക്കല് ഈ അങ്ങനെയാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഞങ്ങൾ കമ്മിറ്റി തീരുമാനം എടുക്കും, ആ ഗേറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇപ്പൊ അതാണ് പറയാൻ പറ്റുക. തുറക്കുക മാത്രമല്ല അതിന്റെ ഉള്ളു മുഴുവൻ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു നിയമം നിൽക്കുമ്പോൾ അത് നിയമമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭൂമി പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറയാൻ അതിന്റെ അധികാരം പഞ്ചായത്താണെന്ന്. ഇപ്പൊ ഇത്രയും നാള് മുസ്ലിംസിന് വിട്ടുകൊടുത്തു. എന്ത് തീരുമാനമാണ് അവരെടുത്തത്? ശരി, അപ്പൊ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള പഞ്ചായത്തിന് അധികാരം ഉണ്ട്. ആ അധികാരം വെച്ച് താങ്കൾ പഞ്ചായത്തിന്റെ അധികാരം വെച്ചിട്ട് നമ്മൾ തുറക്കുക മാത്രമല്ല അത് ക്ലീൻ ചെയ്യും. ഇപ്പൊ അതിനകത്ത് നമ്മൾ കാണുന്ന വെച്ചാല് മറ്റേ ഗ്രൗണ്ടിന് വേണ്ടി പുല്ല് വിരിക്കേണ്ട കാര്യമുള്ളൂ. ആ പുല്ല് ഇപ്പൊ എവിടെ ഇരിക്കണേന്ന് അറിയോ? അന്നമ്മയുടെ പഞ്ചായത്തിന്റെ മോളിൽ കൊണ്ട് വെച്ചു. ഇതാണ് അവർ ചെയ്തത്. നമുക്ക് ആ പുല്ല് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് വിരിക്കാമായിരുന്നു എങ്ങനെയെങ്കിലും. പക്ഷെ അതവിടെ നിൽക്കട്ടെ. അത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തിട്ട് ജനങ്ങൾക്ക് ഇപ്പൊ റോഡ് അരികിലാണ് ഇവരെ ആളുകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. വളരെ അപകടം പിടിച്ച ഒരു കാര്യങ്ങളാണ്. അതിനകത്ത് വ്യായാമം ചെയ്യാൻ ഫസ്റ്റ് കാര്യം കേട്ടോ, വ്യായാമം ചെയ്യാനും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു ഹൈമാക്സ് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കറണ്ട് കണക്ഷൻ എടുത്തു കൊടുക്കാൻ 1500 രൂപ മതി. നമ്മുടെ മെമ്പർമാർ പല പ്രാവശ്യം അപേക്ഷ വെച്ചിട്ടെങ്കിലും ഈ കഴിഞ്ഞ ഭരണസമിതിക്കാരത് പാസ്സാക്കിയില്ല. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കും. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെളുപ്പ് കാലത്തും വൈകിട്ടും അവിടുത്തെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അതിനകത്ത് വന്ന് അവരുടേതായ വ്യായാമങ്ങൾ നടത്താനും ഇതിനുള്ള ആദ്യ നടപടി അത് തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ ജോഷി എന്ന് പറയുന്ന നമ്മുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, അതായത് അടുത്ത ടൈമിൽ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഭരണം കിട്ടിയാൽ പഞ്ചായത്തിന്റെ ആ ഒരു അധികാരത്തോടു കൂടി മാള ശവക്കോട്ട, അതായത്
സെമിട്രി തുറക്കുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ കാര്യം, അതോടൊപ്പം തന്നെ ആ സെമിട്രിയുടെ തൊട്ടടുത്ത് അല്ല അത് ഓക്കെ, അത് നിങ്ങൾ അധികാരം ഇത് വെച്ചിട്ട് അവിടെ എന്താണെന്നറിയോ, അല്ല രണ്ടാമത്തേത് ഈ കടവാണ്, കടവിലെ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റിൽ വേറെ ഒന്നുമില്ല. ഭരണസമിതി ഒരു തീരുമാനം എടുക്കും അത് ലേലം ചെയ്യാൻ, പുനർലേലം ചെയ്യും. പുനർലേലത്തിൽ ആ സ്റ്റാളുകൾ, എനിക്ക് മനസ്സിലായത് ആ സ്റ്റാളുകളെല്ലാം ഇവിടുത്തെ മത്സ്യ മാർക്കറ്റ് അവിടെ ഇവിടെയൊക്കെ മത്സ്യം വിൽക്കുന്ന ആളുകൾക്ക് അത് ലേലം ചെയ്തെടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ റവന്യൂ വരുമാനം കൂട്ടിക്കൊണ്ട് ആ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നതിൽ ഒരു തടസ്സമില്ല. അതൊന്നും ആർക്കും മൂന്നാമത്തെ കാര്യം നമ്മുടെ മാളക്കടവ്, ഈ തെക്കേച്ചിറ, മാളച്ചാല്, ഈ മാളച്ചാലില് സ്ഥിരം സ്ലൂയിസ് സംവിധാനം കൊണ്ടുവന്നാലാണ് ഇവിടുന്ന് ഉപ്പ് കയറാത്ത ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അതിനുള്ള സ്ഥിരം സ്ലൂയിസ് കൊണ്ടുവരുന്നതോടൊപ്പം ഇവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ കടവ് വളരെ മനോഹരമായ രീതിയിൽ കെട്ടി ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കുകയും ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് നിലവിൽ അങ്ങനൊരു സംസാരം വരുമ്പോൾ നിലവിൽ ഈ കടവിനൊരു പദ്ധതി പ്രകാരം എത്രയോ കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മുസ്രീസിന്റെ ഡയറക്ടറായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ ആള് പറഞ്ഞത് ഇവിടുത്തെ ഈ പദ്ധതിക്ക് DPR തയ്യാറാക്കാനേ പോണുള്ളൂ. DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോണുള്ളൂ. പിന്നെ ഇവിടെ പറയുന്നതൊക്കെ അറിയില്ല. അതായത് ജനങ്ങളോടായിട്ട് പറയുന്നൊരു കാര്യമാണ്, മാളക്കടവിൽ നിലവിൽ അങ്ങനെ ഒരു പദ്ധതി വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളും മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ മണ്ണ് പരിശോധനയും അതുപോലെ തന്നെ ചെളി പരിശോധനയും വെള്ളം പരിശോധനകളെല്ലാം നടന്നിട്ടുള്ളതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് അവർ തന്നെ മറുപടി പറയേണ്ടതാണ്. അപ്പോൾ അതിൽ ഇതും തെക്കേച്ചിറ, അതുകൂടി മാളച്ചാല്, ഇതൊക്കെ യൂതന്മാർ വന്ന സ്ഥലമാണ്. പഞ്ചായത്തിന്റെ താഴെയായിരുന്നു കടവുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഇതിന്റെ അന്ന് 2015 നമ്മളവിടെ ബോട്ടൊക്കെ ഇട്ട് ഒരു 5 ബോട്ട് പെഡൽ ബോട്ട് ഇട്ടായി. ആ പെഡൽ ബോട്ട് ആ വെള്ളപ്പൊക്കത്തോടുകൂടി കാണാനില്ല എന്നാ പറഞ്ഞത്. അവിടെ ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്, അതും ഇന്ന് അടച്ച രീതിയിൽ. അവിടുത്തെ കുടുംബശ്രീ ക്യാൻറ്റീൻ അതും അടച്ച്. ഈ നമ്മുടെ UDF വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാളയിൽ ഞങ്ങൾ ഇന്ദിര ക്യാൻറ്റീൻ എന്ന് പറയുന്ന ക്യാൻറ്റീൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുത്തെ ഏറ്റവും പൈസ കുറവിൽ ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചു പോകുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരും കൂടി ഈ അവസരത്തിൽ പറയും. മാള ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് എന്താണ് ജോഷി കാഞ്ഞിത്തറക്ക് ജനങ്ങളോട് പറയാനുള്ളത്? അവസാനമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, 2010-15 കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്, അതിന് മുന്നേ പൊതുപ്രവർത്തനത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. KSUയിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. മാള ITIയിലാണ് ഞാൻ KSU രാഷ്ട്രീയം ആദ്യമായിട്ട് ആരംഭിച്ചത്. പിന്നീട് കോൺഗ്രസിൻ്റെ പല പ്രവർത്തനങ്ങൾ വന്നെങ്കിലും 2010-15 എനിക്ക് ഒരവസരം പാർട്ടി തന്നത്. അതിനുശേഷം 15 വർഷമായിട്ടും പൊതുരംഗത്ത് മെമ്പർ വന്നതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു അംഗമാണ്. അതോടൊപ്പം തന്നെ മെമ്പറായിട്ടല്ല, സ്ഥിരമായിട്ട് ഇവിടുത്തെ പല കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. അന്ന് ഞാൻ കാവനാട് വാർഡിലാണ് നിന്നിരുന്നെങ്കിൽ ഇന്ന് എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് മാള ടൗൺ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ്. തീർച്ചയായിട്ടും മാള ടൗൺ വാർഡിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ UDFൻ്റെ സംവിധാനം എന്നെ ഇതിൻ്റെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം കാവനാട് വാർഡിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം. അതോടൊപ്പം എല്ലാ ഭാഗത്തും എനിക്ക് ഇവിടുത്തെ എൻ്റെ വോട്ടർമാരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ശബ്ദമായി മാള പഞ്ചായത്തിലേക്ക് എന്നെ ജയിപ്പിച്ചു തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് ജനങ്ങളോടും താങ്കൾക്കും എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ടെസ്റ്റ് എന്ന രൂപത്തിൽ കൂടി 15-ാം വാർഡിൽ, ഇപ്പോഴത്തെ 15-ാം വാർഡിലുണ്ടായിരുന്ന മെമ്പറെ കൊണ്ടുവന്ന് 16-ാം വാർഡിൽ നിർത്തി. ആ വാർഡ് വളരെ ഭംഗിയായിട്ട് കുളമാക്കി കൈ കൊടുത്തു തന്നു. കാരണം എല്ലാ ഗ്രാമസഭയിലും എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന ലെവലിൽ കൂടി സുധീറിന് അറിയാവുന്നതാണ്. അതായത് കുടിവെള്ളം പോലും ചൊവ്വുന്നേരെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ റോഡ് കാലങ്ങളായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ വിഷയങ്ങളാണ്. താങ്കൾക്ക് അതായത് വെൽഫെയർ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നു ക്ഷേമരാഷ്ട്രം എന്നൊന്ന് ഉണ്ടാക്കാനായിട്ടാണ് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. ആ ക്ഷേമരാഷ്ട്രം എന്നുള്ളത് ക്ഷേമ വാർഡായിട്ട് മാള പഞ്ചായത്തിന്റെ 16-ാം വാർഡിന് ഉയർത്തിക്കൊണ്ടുവരും. ആദ്യം തന്നെ 16-ാം വാർഡിൽ അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളം, ആ കുടിവെള്ളത്തിന് പരിഹാരം
വെൽഫെയർ പാർട്ടി കാണും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മുതൽ മാള ബസ് സ്റ്റാൻഡ് വരെ കാലങ്ങളായിട്ട് 10 വർഷമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ റോഡിന്റെ 2 സൈഡിലെ പുല്ല് കളഞ്ഞിട്ട് അവിടെ ഒന്നിൽ കട്ട വിരിക്കുക അല്ലെങ്കിൽ സിമെന്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് അത് പോരാഞ്ഞിട്ട് ആ കൊണ്ടുവന്നിട്ട് കുറേ പോസ്റ്റും തട്ടിയ. കാരണം കാർമൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും സൊക്കോർത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്ന വഴിയാണ്. ആ വഴി ഇന്ന് വരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ സാധിച്ചിട്ടില്ല. അത് വെൽഫെയർ പാർട്ടി ഇടപെട്ട് ആ കാര്യം രണ്ടാമതായിട്ട് നടത്തും. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റല് പഴയ പൂർവ്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് ഭരണത്തിൽ വന്നാലും വെൽഫെയർ പാർട്ടി ഇപ്പോൾ 2 വാർഡിലേ മത്സരിക്കുന്നുള്ളൂ. വെൽഫെയർ പാർട്ടി 16ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പഴയ പൂർവ്വ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാണ്ടി കഴിവിന്റെ പരമാവധി വെൽഫെയർ പാർട്ടി, അതായത് വെൽഫെയർ പാർട്ടി വരികയാണെങ്കിൽ നിലവിൽ ഈ പറയുന്ന താഴ്ന്നു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരും എന്നാണ് പറയാനുള്ളത്. വോട്ട് ചോദിച്ചോളൂ. ഞാൻ ഭരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല നിൽക്കുന്നത്, ഭരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ 16ാം വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രാവശ്യം എന്നെ നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെൽഫെയർ പാർട്ടി ചെയ്യിപ്പിക്കും എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് വെൽഫെയർ പാർട്ടി. BJPക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവസാനമായിട്ട്? അതിന് മുമ്പ് ജോഷി കാഞ്ഞുത്ര പറഞ്ഞതിൽ ഒരു കാര്യം പറയാനുണ്ട്. ഈ കാവനാട്, അത് പറഞ്ഞ ശേഷം പറയാം. കാവനാട് 14ാം വാർഡ് ആൾ സ്ഥാനാർത്ഥിയായിരുന്നു, മത്സരിച്ച് ജയിച്ചതാണ്. ഈ കാവനാട് ഒരു ചെറാക്കുളം എന്ന് പറഞ്ഞൊരു കുളമൊക്കെ ഉണ്ടാക്കി ഒരു പദ്ധതി കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പം എങ്ങനെ എന്തെന്നുള്ളത് ഞാൻ തന്നെ കുറേ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വിജിലൻസ് കേസായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മാളക്കുളം, അതായത് 2014 തൊട്ട് 2025 വരെ നവീകരണം നടത്തി 2 ബോർഡുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്. ഒന്ന് രാജീവ് ഗാന്ധി സ്ക്വയറും ഒന്ന് നമ്മുടെ മാള അരവിന്ദൻ പാർക്കും, സായാഹ്ന പാർക്കും 1 കോടി രൂപ ചെലവാക്കിയതാണ്. അതിനൊരു വിജിലൻസ് അന്വേഷണം കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ സമയം പോകും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിന്നെ 16ാം വാർഡ് അതിന് മറുപടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ജനങ്ങൾ പ്രതീക്ഷയുണ്ടാവില്ല. അല്ല, മറുപടി അങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് ഒരുപാട് മറുപടി പറയേണ്ടി വരും. അങ്ങനെയല്ല. അപ്പൊ പിന്നെ ഞാൻ വിടാണ്ടിരിക്കണ്ടേ? അങ്ങനെയല്ലല്ലോ. ആള് പറഞ്ഞ കാര്യങ്ങൾക്ക് BJP എന്ന പ്രതിനിധിക്ക് എനിക്ക് പറയണ്ടേ? ശരി, ആള് പറഞ്ഞു 16ാം വാർഡിൽ സംസാരിക്കല്ല. 16ാം വാർഡിൽ ജനങ്ങളെല്ലാം VIP-കളാണ്. ഗ്രാമസഭ നടത്തുമ്പോൾ ഗ്രാമസഭയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറവ് ചെയ്യാണ്ട് നിർത്തിയ കാര്യം പറഞ്ഞപ്പോൾ 16ാം വാർഡിലെ എല്ലാ വോട്ടർമാരും VIP-കളാണ് എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ മണ്ടന്മാരല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ മണ്ടന്മാരെല്ലാം തിരഞ്ഞെടുക്കേണ്ടത് ഈ സമയത്താണ്. കാരണം ഇതുവരെ ഭരിച്ച കാര്യങ്ങൾ 2 കൂട്ടർ മാറി മാറി ഭരിച്ചപ്പോൾ അപ്പം ജനങ്ങൾ മണ്ടന്മാരായിരുന്നോ? അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് ഇതിൽ കേട്ട VIP ആണ്. ജനങ്ങളൊക്കെ VIP-കാരാണ്. ആളുടെ വാർഡിൽ എല്ലാവരും VIP സ്റ്റാറ്റസ് ഉള്ളവരാണ്. അതായത് അല്ല, അത് കറക്റ്റ് പറഞ്ഞാണ്. എല്ലാവരും VIP സ്റ്റാറ്റസ് ഉള്ളവരാണ്. ഗ്രാമസഭകളിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ മണ്ടന്മാരല്ലാതെ. ഓക്കെ, ശരി. കാലങ്ങളിൽ നീട്ടിപ്പോയ കുറെ സമയം സംസാരിക്കേണ്ടി വരും. അങ്ങനെ നമ്മ തർക്കിച്ച് പോയാൽ ചോദിച്ചോട്ടെ, അത് തർക്കിച്ച് പോയാൽ ഒരുപാട് സമയം നമുക്ക് പോകും. നമുക്ക് നിലവിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഒരു കാര്യം കൂടി പറയാം. വാഹനം സുധീറിന് ഓടിക്കാൻ തോന്നുന്നു. അതെ, അത് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും ന്യൂനതകളുണ്ട്, ശരിയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ജനങ്ങളോട് ഇന്ന് അവസാനമായിട്ട് നമുക്ക് എന്താണ് പറയാൻ ഒരു കാര്യമാണ്. അതായത് ഇവിടെ മാള ഗ്രാമപഞ്ചായത്തിൽ പല കാര്യങ്ങളും ഇവർ പറഞ്ഞു. അതായത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ ഇംപ്ലിമെന്റേഷൻ നടത്താൻ പറ്റുള്ളൂ. അതിന് ഉദാഹരണം മാള പഞ്ചായത്തിന്റെ ഗ്രാമസഭയിൽ അംഗീകരിച്ച് മാള പഞ്ചായത്തിന്റെ ആസ്തിയിൽ വന്ന കാര്യങ്ങൾ പലരും ഇവിടെ പലതും പറഞ്ഞു ആസ്തിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് രേഖകൾ എൻ്റെ കൈവശമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യം, എൻ്റെ കയ്യിലുള്ള ഭൂമിയിൽ എനിക്ക് ഇംപ്ലിമെന്റേഷൻ നടത്താം, അത് എൻ്റെ അധികാരമാണ്. അതുപോലെ പഞ്ചായത്തിന്റെ കയ്യിലുള്ള ഭൂമിയിൽ പഞ്ചായത്തിന് ഇംപ്ലിമെന്റേഷൻ നടത്താം, അതിന് ആരും ഇത് വേണ്ട. അങ്ങനെ ഇംപ്ലിമെന്റേഷൻ നടത്തിയെങ്കിൽ ഒരാൾക്ക് കൂടെ പൂട്ടാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഇടതിനോ വലതിനോ BJPയോട് പൂട്ടാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ അതൊക്കെ ഞങ്ങൾ തുറന്നു കൊടുക്കും എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് ഇംപ്ലിമെന്റേഷൻ ആയതിനു ശേഷം, അത് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞാൽ മാത്രമാണ് അത് ഇംപ്ലിമെന്റേഷൻ നടക്കാൻ പറ്റുള്ളൂ. ഗേറ്റ് ആയാലും എന്തായാലും തുറക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് രാജ് ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നത് 250 പേജുള്ള പഞ്ചായത്ത് രാജ് ആക്ടിൽ വ്യക്തമായിട്ട് അക്കമിട്ട് ഒരു മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളും പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് ഗ്രാമസഭ എന്നുള്ള വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞു ഇതൊക്കെ എടുത്ത് ഒന്ന് പഠിച്ചു നോക്കാം. ഇവിടെ നിർത്താം. നമുക്ക് അതായത് BJP മെമ്പർമാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാം. മാള ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡിലും BJPയുടെ മെമ്പർമാർ മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ സംവിധാന അവകാശം നല്ല രീതിയിൽ നിറവേറ്റി BJPയുടെ മെമ്പർമാരെ വിജയിപ്പിച്ചു വിട്ടാൽ മാള ഗ്രാമപഞ്ചായത്ത്
പഞ്ചായത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മുടങ്ങ് കൊടുക്കുന്ന എല്ലാ പദ്ധതികളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരും. കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ഇവിടെ കളിസ്ഥലമായാലും വയോജനങ്ങൾക്കുള്ള സൗകര്യങ്ങളായാലും റോഡ് സൗകര്യങ്ങളായാലും വെള്ളത്തിൻ്റെ സൗകര്യമായാലും 100% ഞങ്ങൾ വിജയം വരിക്കും. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാ പാർട്ടിക്കാരുടെയും, അതായത് വെൽഫെയർ പാർട്ടി, BJP, UDF, CPM ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ആളുകളുടെ മത്സരിക്കുന്ന 2 മത്സരാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ മാള ഗ്രാമപഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്തു തരിക എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJPയുടെ ആ ഒരു പക്ഷവും നമ്മൾ കേട്ടു. എന്തായാലും ജനങ്ങളാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. ആ ഒരു തീരുമാനം നല്ല രീതിയിൽ ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഈ പറയുന്ന നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു മെമ്പറെ, നല്ലൊരു ഭരണാധികാരികളെ മാള ഗ്രാമപഞ്ചായത്തിന് വേണ്ടി തിരഞ്ഞെടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.